ഹലോ ചങ്ങായിമാരെ, പണിയൊക്കെ ഇനി വന്നിട്ട് റൂമിൽ കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഷെരീഫ കളിച്ചിട്ട് വേഗം വാവ് ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് തിന്നാൻ കിട്ടുന്ന കാര്യം കൊണ്ട് വെറുതെ കളയാൻ നിൽക്കണ്ടല്ലോ. കിട്ടിയ ഡ്രസ് ഇട്ട് ഞാൻ പോയി. ഞാനെത്താൻ കുറച്ച് വൈകിച്ചെങ്കിലും പരിപാടിയോടെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. തട്ടിട്ട് നിൽക്കണ ഈ പിലിപ്പിനി പാത്തുമ്മാന്റെ ബർത്ത്ഡേ ആണ്. നമ്മളെ റീൽസിന്റെ നായകൻ നേരത്തെ കാലത്ത് എത്തിക്കൊണ്ടോ. എന്താണെന്നല്ല ഇവൾക്ക് എന്നും പണ്ടില്ലാത്തൊരു സന്തോഷം. ഈ സാധനത്തിന് പിന്നെ ക്യാമറ കണ്ടതിനെ കുറച്ച് ക്യൂട്ട്നെസ് കൂടുതലാണ്. അങ്ങനെ ഫുഡ് വന്നു. അപ്പോഴാണ് ഓർമ്മ കജ്ജ കിട്ടില്ലല്ലോ എന്ന്. അപ്പൊ എന്ത് ചെയ്തു, വേഗം നീച്ചു കജ്ജക്കാൻ വിട്ടു. യാതൊരു കുറവ് വരുത്തണ്ട. ഇത് ഫിലിപ്പീൻസുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം സലാഡ് കേട്ടോ. എന്തായാലും രസമുണ്ട്, ഞാൻ തിന്നു. ഇയാളെല്ലാവർക്കും ബ്രോസ്റ്റിന്റെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വലിയൊരു പീസ് നോക്കിയിട്ട് ഞാനും വാങ്ങി. ഇത് കണ്ടപ്പോ നാട്ടിലത്തെ കല്യാണം ഓർമ്മ വന്നു. തിന്നാൻ വന്നതല്ലേ സപ്ലൈ ചെയ്യണം. ഇവിടെ ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞ് കഥ പറച്ചിൽ നടത്തിക്കണം. രണ്ട് തന്താര കുടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിർബന്ധ. കാര്യമായിട്ട് ഞാനും പല കഥ കേട്ടോണ്ടിരിക്കുന്നു. അപ്പൊ പെണ്ണെട്ടാൻ വേണ്ടി മാത്രം ദുബായ് കയറി വന്ന് ഞാൻ ഇത് കേട്ടപ്പടി ഇരിക്കുവോ. ഈ താത്താക്ക് പിന്നെ ആ പ്രശ്നമല്ല. താത്താന്റെ ട്രോഫിയാണ് ഈ കുരിപ്പ്. സ്വന്തം ബർത്ത്ഡേ ആയതുകൊണ്ടോ ഉണ്ട് ഹോട്ടലാന്നുള്ള ബോധം പാത്ത് മറന്നു. ഇനി എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ബലോട് ടാറ്റ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഫുഡ് എന്തായാലും കുറച്ച് ബാലൻസ് വന്നു. ഒരാൾക്കുള്ള ഫുഡ് എടുത്ത് ഞാൻ പോന്നു. അപ്പൊ ബാക്കി നാളെ.